ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ കൊല്ലവർഷം 1202 നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ ഇപ്പോൾ മലയാളം കലണ്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂ ഇയർ ആണ് വരുന്നത് ഈ 17th. ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഇയർ പുതിയ വർഷം 1202 ആണ് നമ്മുടെ കൊല്ലവർഷം വരുന്നത്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതും അതോടൊപ്പം നിങ്ങൾക്ക് ഈ വർഷത്തിലേക്കുള്ള ഗൈഡൻസുമാണ് ഈ റീഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇയർലി ടാരോട്ട് ഗൈഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മലയാളം കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണ് ഈ റീഡിങ്ങിലും ഉള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻഡ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻഡ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൊല്ലവർഷം 1202 എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. കൊല്ലവർഷം 1202 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ജീവിതത്തിൽ പൊതുവായി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ ഡെവിൾ. ഒരു ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊരു ഡിസ്ട്രപ്ഷൻ, കുറച്ചൊരു ഡൗൺഫോൾ ആണെങ്കിൽ അതിൽ നിന്ന് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റം, ഓക്കെ, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് ഉള്ള ഒരു മാറ്റം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കുറേം കൂടെ നിങ്ങൾ ഒരു ഇമോഷണലി സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേം കൂടെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ്, ഓക്കെ, ഒരു സന്തോഷമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ ആ ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫില് നിങ്ങൾക്ക് കുറെ കൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കാണുന്നു. യു ആർ ബീയിങ് ഇൻ യുവർ പവർ എന്ന് പറയില്ലേ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കൃത്യമായിട്ട് നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി, അങ്ങനെ വളരെ ഒരു ആത്മവിശ്വാസമുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതിന് നിങ്ങൾ എന്താ പറയാ, ആ ഒരു ലെവൽ ഓഫ് അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഗ്ലോ അപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചില ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും നിങ്ങൾ എടുക്കുന്നതായിട്ട് എനിക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഇനി കരിയറിൽ ജോലിയുമായി ബന്ധപ്പെട്ട് 1202 കൊല്ലവർഷത്തില് എന്തൊക്കെ മാറ്റങ്ങൾ ഗ്രൂപ്പ് 1ലുള്ള കളക്ടീവ്സിന് എക്സ്പെക്ട് ചെയ്യാം ജോലിയുമായി ബന്ധപ്പെട്ട്? ഓക്കെ, ജോലിയിലൂടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ജോലി അങ്ങനെ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അതുകൊണ്ടാണ് ആ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി വരുന്നത്. ഒരു പെർമനന്റ് ജോബ്, കാരണം അതിലൂടെ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ആണ് വരുന്നത്. ഒരു ലോങ് ടേം സക്സസ് ആണെന്ന് കാണുന്നത്. അതായത് കുറച്ച് നാളത്തേക്കായിട്ടുള്ള ഒരു ചേഞ്ച് അല്ല ഈ കാണുന്നത്. ട്രാവൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, ആ മൂവ്മെന്റ് എന്ന് പറയുമ്പം ഒരു എന്താ പറയാ, ഇപ്പോൾ നിങ്ങളുള്ള കമ്പനിയിൽ നിന്ന് പുതിയൊരു കമ്പനിയിലേക്ക് അങ്ങനെ ആകാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു റീലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ പാത്തിൽ തന്നെ ഒരു ഷിഫ്റ്റ്, അതിന് സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഫോർവേഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് കൂടുതൽ ഒരു പീസ്ഫുൾ ആയിരിക്കും എന്ന് കാണുന്നു. ഈ ഒരു മൂവ്മെന്റിലൂടെ നിങ്ങൾക്ക് കുറേം കൂടെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പാത്തിൽ കരിയറിൽ നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിന്റെ ഒക്കെ ഒരു അവസാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ആ സ്ട്രഗ്ലിംഗ് ഫേസ് ഒക്കെ ഒന്ന് എൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ, അതിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലാരിഫൈ നൺ ഓഫ് വൺസ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ്, നിങ്ങൾക്ക് ആ ഒരു ഫേസിനെ എന്താ പറയുക, ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൂടെ കടന്നു വരാനുള്ള ധൈര്യമില്ലാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിലൂടെ ധൈര്യസമേതം നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് പുറത്തു കടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ന്യായമായത് എന്താണോ കരിയറിൽ, അത് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് എന്ന് കാണുന്നു. ജസ്റ്റിസ് സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സ്, ഒരുപക്ഷെ യൂണിവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആ ജസ്റ്റിസ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിന് ഇനീഷ്യേറ്റ് എടുക്കുന്നത് എന്ന് കാണുന്നു. എനിവേ, യൂണിവേഴ്സ് ആ ഒരു എന്തെങ്കിലും കരിയറിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻസും ഒരു ലക്ഷ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ, ഓക്കെ,
ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ മാറ്റം വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവിടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി എന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ ആ സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സ് അവിടെ ജസ്റ്റിസ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചതിന്, നിങ്ങൾക്ക് എന്താണ് കരിയറിൽ ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ്, അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചത് ഒരു അനീതിയാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചോയ്സസ് അതിലേക്ക് എത്തിച്ചതായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടെ യു ഡോണ്ട് ഡിസേർവ്. നിങ്ങൾ എന്താണോ അവിടെ അനുഭവിച്ചത് അത് ആക്ച്വലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം അതിന് പകരം ഒരു ജസ്റ്റിസ് യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ കരിയറിൽ സെർവ് ചെയ്യുന്നതായിട്ട്, കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇനി ഫൈനാൻസ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് കൊല്ലവർഷം 1202 എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം ഇപ്പോഴുള്ളതിൽ നിന്ന്? ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. യെസ്, നിങ്ങൾ വളരെ കോൺഫിഡൻറ്റോട് കൂടെ ഫൈനാൻസസ്, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾ കുറെ കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. കുറെ കൂടെ ഒരു സ്ട്രോങ്ങർ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് ഒക്കെ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പരിശ്രമിച്ച് അത് അച്ചീവ് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിനായിട്ട് ഒരുപാട് അവസരങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം, നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസ്, സാമ്പത്തിക സ്ഥിതിയിൽ കുറേയും കൂടി സമാധാനം, സ്വസ്ഥതയും നൽകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. യെസ്, ലോങ് ടേം ഷിഫ്റ്റ് ആണ്, പെർമനന്റ് ഷിഫ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഡെഫിനറ്റ്ലി ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ആണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഗട്ട് ഫീലിംഗ്, അതിന് പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗട്ട് ഫീലിംഗ്, ഇൻറ്റ്യൂഷൻ, അതിനെ നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക ഈ വർഷത്തിൽ. കാരണം അതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റ് പാത്തിലൂടെ പോകാനും, റൈറ്റ് ഡിസിഷൻസ്, ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള റൈറ്റ് ഡിസിഷൻസ് എടുക്കാനും, റൈറ്റ് ചോയ്സസ് തിരഞ്ഞെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, അതുപോലെ തന്നെ കൂടുതൽ അറിവ് നിങ്ങൾ നേടുന്നതായിട്ട് കാണുന്നു. ഫൈനാൻസ് ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു മെന്ററിനെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫൈനാൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വെൽത്ത് ജനറേഷന് വേണ്ടുന്ന ഗൈഡൻസസ് നൽകാനും, നിങ്ങളെ അതില് എന്താ പറയാ, അതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിലൂടെയാണ് നിങ്ങൾക്ക് ആക്ച്വലി അവരെ പറയുന്നത് ഫോളോ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ആ ഗ്ലോ അപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ലവ് ലൈഫ്, പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് കൊല്ലവർഷം 1202 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അഗെയിൻ പ്രോഗ്രസ് കാണുന്നു, ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ളവര് ഓക്കെ ഇനി ഒരു ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ ആകാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. അപ്പൊ ആ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു കഴിഞ്ഞു പോയതിനെ ഉപേക്ഷിച്ച് പൂർണ്ണമായി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാൻ, നെക്സ്റ്റ് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആകാനായിട്ടുള്ള തയ്യാറെടുപ്പ് അത് കാണുന്നുണ്ട്. ഇനി ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഇല്ലാത്ത കണക്ഷനിൽ ഓൾറെഡി നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു കണക്ഷൻ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ബെനിഫിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് നല്ലത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രോഗ്രസ് നിങ്ങളെ സംബന്ധിച്ച് ലവ് ലൈഫിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പ്രോഗ്രസ് ആണ് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഫോർവേഡ് മൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു പ്രത്യേകിച്ചൊന്നും നടക്കാത്ത ഒരു സ്റ്റേജ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പാർട്ട്ണറെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹീലിംഗ് ചെയ്യുന്നു. ഇനി ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിലും മാരീഡ് ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങളുടെ ആ ലവ് ലൈഫ്, നിങ്ങളുടെ മാരീഡ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്ഷമയോടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഡിവൈൻ യൂണിയൻ, കാരണം നമുക്ക് ടെമ്പറൻസ് കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഡിവൈൻ യൂണിയന്റെ പോസിബിലിറ്റി, ഓക്കെ, അതുപോലെ നിങ്ങളുടെയും പാർട്ട്ണറുടെ ഇടയിലുള്ള ആ ഒരു അലൈൻമെന്റ്, പ്രോപ്പർ അലൈൻമെന്റ് സംഭവിക്കുന്നു. അവിടെ ആ ഒരു കണക്ഷൻ, ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആകുന്നു. അങ്ങനെ
ആ ഒരു ഹീലിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ഗോൾ വെച്ചിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ, അത് അച്ചീവ് ചെയ്യുന്നു. അതിന്റെ ഒരു എന്താ പറയാ ഇംപ്ലിമെന്റേഷൻ, അത് യൂണിവേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയമാണ് 10-10-1010. ഓക്കെ, ക്ലാരിഫൈഡ് എംപറർ. യെസ്, നിങ്ങൾ കുറേ കൂടെ കോൺഫിഡൻസ് ആയിട്ട്, കുറേ കൂടെ ആത്മവിശ്വാസത്തോടെ നിങ്ങളിലേക്ക് വരുന്ന പ്രപ്പോസൽസ്, നിങ്ങളിലേക്ക് വരുന്ന റൊമാൻറ്റിക് ഇൻട്രസ്റ്റിനൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറേ കൂടെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ കുറേ കൂടെ ഇപ്പൊ നിങ്ങൾക്ക് അത്ര നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഇഷ്ടമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ആകെ ടെൻസ്ഡ് ആകുന്ന അങ്ങനത്തെ ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭയം ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതൊക്കെ മാറി കുറേ കൂടെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട്, കുറേ കൂടെ കോൺഫിഡന്റ് ആയി നിന്നുകൊണ്ട് അത്തരം സിറ്റുവേഷനൊക്കെ ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ മസ്കുലിൻ എനർജിയിലാണ് നിങ്ങൾ ആയിരിക്കുക. പക്ഷെ അത് കൂടുതൽ എനിക്ക് നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ധൈര്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ധൈര്യവും നിങ്ങളുടെ കോൺഫിഡൻസും ആണ് അവിടെ എക്സിബിറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരുപാട് പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ആ ഒരു ധൈര്യം, ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മാരീഡ് ലൈഫിലും ലവ് ലൈഫിലും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്നേഴ്സ്, അവരുടെ ജസ്റ്റേഴ്സ്, അവർ നിങ്ങളോടുള്ള പെരുമാറുന്ന രീതി, നിങ്ങളെ കെയർ ചെയ്യുന്ന രീതി, അതിലൊക്കെ നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ, നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് എന്ന രീതിയിൽ അനുഭവപ്പെടുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അതർ റിലേഷൻഷിപ്സ്. ഓക്കെ, മറ്റ് ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്സ്, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ഫാമിലി, മറ്റു റിലേഷൻഷിപ്സിൽ നല്ല നല്ല ഒക്കേഷൻസ്, നല്ല സെലിബ്രേഷൻസ്, അപ്പൊ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു റീയൂണിയൻ, ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഒത്തുചേരലുകൾക്ക് സാധ്യത കാണുന്നു. അങ്ങനെ നല്ല മൊമെന്റ്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പാസ്റ്റിലത്തെ നല്ല മൊമെന്റ്സ് ഒക്കെ റീകളക്ട് ചെയ്യാൻ വേണ്ടുന്ന നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇനി ഒരുപാട് കോണ്ടാക്ട് ഇല്ലാത്ത, നല്ല അടുപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം കോണ്ടാക്ട് ഇല്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അവർ വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും അവരുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാനും അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എന്ന് കാണുന്നു. അങ്ങനത്തെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി എന്തെങ്കിലും ടെൻഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ടെൻഷൻസ്, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ നിങ്ങളുടെ ഒരു രീതിക്ക് അതൊക്കെ പെട്ടെന്ന് സോൾവ് ആവുന്നുണ്ട്. നിങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുന്നതായിട്ട് കാണും. നിങ്ങളാണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടാകുമ്പോൾ നിങ്ങളാണ് അവിടെ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതിലൂടെ ക്ലാരിറ്റി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാകുന്നതായിട്ടാണ്. ഇനി ഓൾറെഡി അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആകുന്ന ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. അതൊക്കെ പെട്ടെന്നാണ് സംഭവിക്കുക. ഓക്കെ, അങ്ങനെ ഗ്രാജുവലി അല്ല, പെട്ടെന്നാണ് ആ ഷിഫ്റ്റ് ഉണ്ടാവുക, പെട്ടെന്നാണ് ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറുന്നത്. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കണേ. ഇനി അതുപോലെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ, ലാക്ക് ഓഫ് ക്ലാരിറ്റി, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇന്റൻഷൻ, അവരുടെ ഉദ്ദേശം എന്താണ്, എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നു എന്ന് തോന്നുക, അവരെന്തെങ്കിലും സത്യം മറച്ചു വെക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് മൊത്തം കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലാന്നോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഹൈഡ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് ട്രൂത്ത് ആയിരിക്കാം, എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിരിക്കാം, അതെല്ലാം നിങ്ങളിലേക്ക് വരുന്ന ഒരു ടൈം കൂടിയാണ്. അതിലൂടെ വ്യക്തത വരികയാണ്. ഓരോ വ്യക്തികള് അവരുടെ ഇന്റൻഷൻ എന്താണ്, ഓക്കെ, അവരിലെ സത്യം എന്താണ്, അവരെന്താണ് മറച്ചു വെച്ചത്, ഇതെല്ലാം പുറത്തേക്ക് വരുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നിങ്ങളുടെ ഒരു വർഷത്തിന്റെ എനർജി കാണാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകാനുള്ളത് നോക്കാം. നിങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ ആത്മവിശ്വാസവും കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ആത്മവിശ്വാസത്തോടെ എടുക്കുക. ആ എടുക്കുന്ന തീരുമാനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. അതിൽ സംശയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ,
പൊതുവെ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെറിയ ബ്ലെസ്സിങ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫേവറായി നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, ആ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക. ഓക്കെ, അപ്പൊ കരിയറിനെ ഫോക്കസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല, ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, കരിയറിൽ എങ്ങനെയാണോ യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ പോവുക. അതിനെ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കാം. ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ, അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒഴിവാക്കുക. പാസ്റ്റിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള ലെസൺസ് ഉണ്ട് അല്ലെ, പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അതൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് ഈ ഒരു പർട്ടിക്കുലർ ഇയർ എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ ചെയ്യാനായി ശ്രമിക്കാം. ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് പറയുന്നത് എംബ്രേസ് ദ ന്യൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് എന്തായാലും ചേഞ്ച് ഉണ്ട്, എൻഡിങ് ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഒരു കറണ്ട് എനർജിയിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ തന്നെ ഒരു അപ്ഗ്രേഡ്, കാര്യമായ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചില പാസ്റ്റ് ഒക്കെ നിങ്ങൾ മറന്ന് കളയേണ്ടതായിട്ടുണ്ട്, ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സിംഗിൾ ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും നിങ്ങളോട് പറയുന്നു ചേഞ്ച്, ന്യൂ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യും. ന്യൂ എനർജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ന്യൂ പേഴ്സൺ ആണെന്ന് നിർബന്ധമില്ല. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, മാരീഡ് ആണെങ്കിൽ ആ ന്യൂ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കണക്ഷനിൽ ഒരു ന്യൂ എനർജിയാണ്, ഒരു ഷിഫ്റ്റ് ആണ്. ആ മാറ്റം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം. ഓക്കെ, പാസ്റ്റിനെ കളഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിനെ നിങ്ങൾ സ്വീകരിക്കണം. കഴിഞ്ഞു പോയതിനെ ചേർത്ത് പിടിച്ചു നിൽക്കാൻ പാടില്ല ലവ് ലൈഫിൽ. ഓക്കെ, നിങ്ങളെ വിട്ടുപോകുന്നത് എന്താണോ അതിനെ ഉപേക്ഷിക്കുക. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകാനോ അതിനെ പിടിച്ചു നിർത്താനോ ശ്രമിക്കേണ്ടതില്ല. പകരം നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങളെ, ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുക. ഇനി ബാക്കി റിലേഷൻഷിപ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുന്നത് അഗെയിൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതിനെ അതേപോലെ നടക്കാനായിട്ട് അനുവദിക്കാം. നിങ്ങൾ വളരെ നിങ്ങൾക്കറിയാം ആർക്കൊക്കെ നിങ്ങളുടെ ആ ഒരു സ്വീറ്റ് കെയറിങ് സൈഡ് ഡിസേർവ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരുടെ അടുത്ത് നിങ്ങളുടെ ആ സ്വീറ്റ് കെയറിങ് സൈഡ് നിങ്ങൾ കാണിച്ചിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ എനർജി, ആ ഒരു കെയറിങ് കമ്പാഷനേറ്റ് എനർജി, ആ ലവിങ് എനർജി അത് നിങ്ങൾ എക്സിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങൾ കാണിക്കേണ്ട, അത് എക്സ്പ്രസ് ചെയ്യേണ്ട ചില ആളുകളുണ്ട്. അത് അവരുടെ അടുത്ത് നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്തിരിക്കണം. അതുപോലെ ഒരു കണക്ഷനും വേണ്ടി ഡെസ്പറേറ്റ് ആവാതിരിക്കുക. ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഡെസ്പറേറ്റ് ആവാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ നല്ലത്, ഏത് റിലേഷൻഷിപ്പാണോ നിങ്ങൾക്ക് നല്ലത്, ആരൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത് അവർ നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. എല്ലാം വിട്ടുപോകേണ്ടവർ വിട്ടുപോകും, എന്നാണെങ്കിലും വിട്ടുപോകും. അപ്പൊ ആരും പിടിച്ചു നിർത്താനും ശ്രമിക്കേണ്ട, ആരുടെ പുറകെ പോകാനും നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ എനർജിയിലായിരിക്കുക, നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് നല്ലോണം നിൽക്കുന്ന, നിങ്ങളോട് എന്നും എപ്പോഴും ഒരുപോലെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളുകളോട് നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സൈഡ് ഒരു മടിയും കൂടാതെ, ആ ഒരു വൾണറബിൾ, ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സൈഡ് എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഓരോ സൈൻസ്, ഓരോ സിങ്ക്രണസിറ്റീസ് അതിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങാനായിട്ട്, പുതിയതായി പഠിച്ചു തുടങ്ങാനായിരിക്കാം, പുതിയതായിട്ട് എന്തെങ്കിലും പരിശീലിക്കാനായിരിക്കാം. ആ ബിഗിനിങ്, സ്റ്റാർട്ടിങ് നിങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കാം. നിങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം യൂണിവേഴ്സ് പിന്നെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് ബിഗിൻ ചെയ്യണം. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തിരിക്കണം. ആ ഇൻഹിബിഷൻ പാടില്ല, ഹെസിറ്റേഷൻ പാടില്ല, പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രൊക്രാസ്റ്റിനേഷൻ ഒട്ടും പാടില്ല. നാളെ എന്ന് വെച്ചിരിക്കരുത്. ഇന്ന് തുടങ്ങേണ്ടത് ഇന്ന് തന്നെ തുടങ്ങുക. ഒരൊറ്റ സ്റ്റെപ്പ് എടുത്ത് വെച്ച്, ഒരൊറ്റ ഇതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് നിങ്ങൾ നീട്ടിക്കൊണ്ട് പോവാതിരിക്കുക. അതുപോലെ നിങ്ങളോട് പറയുന്നു മാക്സിമം ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ, എന്താ പറയാ, ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും മാക്സിമം ക്ലാരിറ്റി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അനാവശ്യമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഒഴിവാക്കാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ട്, അത് ഒഴിവാക്കുക. ക്ലിയർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത്, നിങ്ങളുടെ ഗ്രോത്തിൽ, നിങ്ങളുടെ ലൈഫിന്റെ പ്രോഗ്രസ്സിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ബി ഫെയ്ത്ത്ഫുൾ. എന്താ, നിങ്ങളോട് ആ ഒരു ഓണസ്റ്റി, ആ ഒരു ഫെയ്ത്ത് ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സിൻസിയറിറ്റി കാണിക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. അതുപോലെ എന്താ പറയാ,
ബി റിലയബിൾ ടു ദോസ് ഹു ഡിസേർവ്. ആരാണോ നിങ്ങളുടെ ആ ഒരു ഡിപ്പെൻഡൻസി, നിങ്ങളുടെ സപ്പോർട്ട് ഡിസേർവ് ചെയ്യുന്നത്, അവർക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ സപ്പോർട്ട്, ആ ഒരു താങ്ങ് നിങ്ങൾ നൽകിയിട്ടുണ്ടാവണം. അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പിശുക്കും വേണ്ട. അർഹിക്കുന്നവർക്ക് അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, ഇതാണ് അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ. ഗ്രൂപ്പ് 1 നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ട കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് രാശികൾ കിട്ടിയിട്ടുള്ളത് ചിങ്ങം രാശിയും തുലാം രാശിയാണ്. നിങ്ങൾ ജനിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കാം. നിങ്ങൾ ജനിച്ച ദിവസം ബുധനാഴ്ച ആയിരിക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക, അശ്വതി, തിരുവോണം, പുണർത്തം. ഇതിൽ ഏതിലായിരിക്കാം? മീനമാസത്തിൽ നിങ്ങൾ ജനിച്ചതായിരിക്കാം കേട്ടോ. പിന്നെ ജനന തീയതി എന്ന് പറയുന്നത് 3, 4, 13, 16, 10, 22, 28. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച തീയതി ആയിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭ, ഖ അക്ഷരങ്ങളാണ്. ഖ, ഭ, ൽ, ദ, ഠ, ഇർ. അതുപോലെ മീനമാസം, ചിങ്ങം രാശി, തുലാം രാശി. അപ്പൊ മീനമാസം, ചിങ്ങമാസം, തുലാമാസം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാസങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തില്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഐഡിയ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ സെയിം റീഡിംഗ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇതിലെ സെയിം കണ്ടന്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ സെയിം കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിട്ടുള്ള സെയിം ടോപ്പിക് തന്നെയാണ് കവർ ചെയ്യുക, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഇനി അങ്ങോട്ട് യൂട്യൂബിൽ ഇടുന്ന അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള റീഡിങ്സ്, ഇങ്ങനെ പിക്കച്ചാം പിക്കപ്പയൽ റീഡിങ്സ് ഉണ്ടല്ലോ, അതിലേതിലും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അത് ഏതാ റീഡിംഗ് എന്നുള്ളത് എന്നോട് പറയാം. ഓക്കെ, അത്രേ വേണ്ടൂ. അതുപോലെ ഇനി അതല്ല വേറെ ഏതെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേറെ ഏതെങ്കിലും തരത്തിലുള്ളതാണ് വേണ്ടതെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നിങ്ങളുടെ കൊല്ലവർഷം 1202 എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ നോക്കാം. കൊല്ലവർഷം 1202 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് അവരുടെ പൊതു ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ക്ലാരിഫൈ ദ ടേബിൾ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വർഷത്തില്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്ങൾ, അതിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കാതിരിക്കുക. അത്രേ വേണ്ടൂ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ എനർജീസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അട്രാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വളരെയധികം ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലായിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 1202 എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം സ്ട്രോങ് ആകുന്ന ഒരു വർഷം. ഓക്കെ,
എന്തും ഏതും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏതൊരു കാര്യം ഈസിലി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി, അതാണ് നിങ്ങൾ ആ ഒരു എംപറസ് എനർജിയിലാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നെഗറ്റീവ് ആയിട്ടുള്ള ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ കിടക്കുന്ന കാര്യങ്ങൾ, അത്തരം ചിന്തകൾ, അത്തരം കാര്യങ്ങളെ കുറിച്ച് അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസോ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതും നിങ്ങൾക്കുള്ള ഒരു അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, യെസ്. ഒരു ഫോർവേഡ് മൊമെന്റ് ഞാൻ കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഒരു കംപ്ലീഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ഡബിൾ കാർഡ് വന്നതാണ്, എന്താ പറയാ, ഒരു വാണിംഗ് എന്നല്ല ഞാൻ പറയാ, അത് വാണിംഗ് എന്ന് പറയാൻ മാത്രം അത്രയും ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഒരു മൈൻഡ്ഫുൾ ആയിരിക്കണം. നിങ്ങൾ ഏത് തരത്തിലുള്ള ചിന്തകളാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള, ഈവിൾ ആയിട്ടുള്ള, ലോ വൈബ്രേഷൻ ആയിട്ടുള്ള വേഴ്സ്റ്റ് കേസ് സിനാറിയോസ് ഇതൊന്നും അധികം അതിലേക്ക് ഇങ്ങനെ ചിന്തിച്ച് പോകാൻ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ, അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നതല്ല, എന്തൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായി ചിന്തിക്കാൻ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും. അത് വേണ്ട. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു അതിന് ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു എനർജി, അതാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഏതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ദ ബെസ്റ്റ് കേസ് തന്നെ എപ്പോഴും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും ആ ബെസ്റ്റ് കേസ് സിനാരിയോ വേണം ചിന്തിക്കാനായിട്ട്. ചില ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന ഒരു വർഷമാണെന്ന് കാണുന്നു. യാത്ര ഉണ്ടാകാം ഒരു പക്ഷേ. ഓക്കെ, നമുക്ക് 2 of Wands ഗോൾഡും കാണുമ്പോൾ ഒരു യാത്ര, റീലൊക്കേഷൻ ഒക്കെ ഒരു സാധ്യത. ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾ മാറാൻ, ഓക്കെ, മാറി താമസിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി മാറ്റമുണ്ട്, കാരണം വേൾഡ് കാർഡ് ആണ് ഇവിടെ കാണുന്നത്. പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നു. അതിന് നിങ്ങളുടെ ചിന്തകൾ തടസ്സം നിൽക്കാതെ നോക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് കൊല്ലവർഷം 1202 എന്തൊക്കെ മാറ്റങ്ങൾ ഗ്രൂപ്പ് 2 എക്സ്പെക്ട് ചെയ്യാം? ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ചില അവസരങ്ങൾ, ചില മാറ്റങ്ങൾ, ചില അനുഗ്രഹങ്ങൾ ഉണ്ട് കരിയറിൽ. അത് പകരം മികച്ചത്, നിങ്ങളോട്ട് പ്രതീക്ഷിക്കാത്ത, പക്ഷെ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്തത്, എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ മികച്ച അവസരങ്ങൾ, മികച്ച അനുഗ്രഹങ്ങൾ കരിയറിൽ നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമായിരിക്കും 1202 എന്ന് കാണുന്നു. കുറേം കൂടെ സമാധാനം നിറഞ്ഞ ഒരു സമയം. ഓക്കെ, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം. അത് മാത്രമല്ല ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് നിങ്ങൾക്ക് കരിയറിലൂടെ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തിലാണോ നിങ്ങൾ ആ ഒരു വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്കൊരു കാര്യമായ ഒരു വേദന നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ആഴത്തിൽ പതിഞ്ഞ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് നീതി യൂണിവേഴ്സ് കൊണ്ടുവരാണ്, നീതി നടപ്പാക്കുകയാണ് ചെയ്യുന്നത് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ അത് നിങ്ങളിലേക്ക് വെച്ചു തരാണ്. അപ്പോൾ അതൊരു കരിയറിൽ ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചതായിരിക്കാം, അത് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ യൂണിവേഴ്സ് നീതി നടപ്പാക്കുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ അതിനെ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു, നിങ്ങൾ കയ്യിൽ വെച്ച് തരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കൊല്ലവർഷം 1202 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് എങ്ങനെയായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു വർഷം, കൊല്ലവർഷം 1202 ഗ്രൂപ്പ് 2 എക്സ്പെക്ട് ചെയ്യാം? Clarify the Knight of Pentacles. ഓക്കെ, നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അപ്ഗ്രേഡ് ഉണ്ട് കരിയർ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ. ഓക്കെ, വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉന്നതി, സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ഉന്നതി, അതിലൂടെ നിങ്ങളുടെ ജീവിത രീതിയിൽ വേണ്ടുന്ന ഒരു മാറ്റം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ആ ഒരു പുരോഗതി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ വർഷം തൊട്ടായിരിക്കും. ഓക്കെ, ഈ വർഷം തുടങ്ങി നിങ്ങൾ അത് അനുഭവിക്കും എന്നാണ് കാണുന്നത്, കാരണം ഹയറോഫന്റ് ആണ്. അപ്പൊ ലോങ് ടേമിലേക്ക് പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു ഷിഫ്റ്റ്, നിങ്ങൾ ആഗ്രഹിച്ച ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണോ
അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്നത് ഈ വർഷം മുതലാണ്. ഓക്കെ, അത് പടിപടിയായിട്ട് ആ മാറ്റങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് പെർമനന്റ് ആയിട്ടാണ് ഓരോ മാറ്റങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ആ പ്രോഗ്രസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പിരിമുറുക്കങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട് ഇനിയുള്ള ഈ വർഷത്തിൽ. ഓക്കെ, യെസ്, കണ്ടു, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് നിങ്ങൾ അത് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള മാറ്റം നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ആ സന്തോഷം പങ്കിടുന്നുണ്ട്. കാരണം ഈ ഒരു മാറ്റം നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചതാണ്, അതിനുവേണ്ടി നിങ്ങൾ അത്രയും പരിശ്രമിച്ചിട്ടുമുണ്ട്. ഓക്കെ, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ വർഷം 1202 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ചേഞ്ച് ആണ് ഇത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടിരുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അതിലൂടെ ഒരുപാട് സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ എൻജോയ് ചെയ്യുന്നതായിട്ടും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ഇതൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഇത് യൂണിവേഴ്സിന്റെ ഡയറക്റ്റ് ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ശരിക്കും അവിടെ ആ ഒരു യൂണിവേഴ്സിന്റെ പ്രസൻസ്, നിങ്ങളുടെ ലൈഫിൽ ആ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാകുന്ന അപ്ഗ്രേഡ്, നിങ്ങൾക്ക് ശരിക്കും അവിടെ ആ ഒരു സാന്നിധ്യം, ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, ആ ശക്തി എന്താണ്, ആ ശക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ഒരു യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി ഈ ഒരു മാറ്റം എങ്ങനെ വരുന്നു, എപ്പോ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു സർപ്രൈസ് തന്നെയാണ്. അതായത് ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് അവിടെ. നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷെ അതിലൂടെ എങ്ങനെ മാറ്റം ഉണ്ടാകുന്നു, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അത് നിങ്ങൾ അനുഭവിച്ചു തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല നല്ല അറിവുകൾ നിങ്ങൾ നേടുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. യെസ്, ഒരുപാട് ആത്മവിശ്വാസം നിങ്ങളുടെ കൂടുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നുണ്ട്. അഗെയിൻ ഒരു ഫോർവേഡ് മൊമെന്റ് എനർജി, യാത്ര, നെസസറി യാത്ര ആയിരിക്കാം. ഈ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ചില യാത്രകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം, അത് കാണുന്നു. അല്ലെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി പറയുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഏത് ലെവൽ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ അറൈവൽ, അത് വരുന്നത്, നിങ്ങളുടെ റിയാലിറ്റി ആകുന്നത്, നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത് ഈ വർഷമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ആ മാറ്റത്തിന് അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ലവ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാകും, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ത് മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വർഷം. ഓക്കെ, 1202 എന്ന് പറയുന്ന വർഷം. നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാറ്റം, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലവ് ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതേപടി നടക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. ഓക്കെ, ഈ മാറ്റങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നായിരിക്കും എന്നുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നു. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ലൈറ്റ്നിങ് എഫക്റ്റിൽ അത്രയും സ്പീഡിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, ഗ്രാജുവലി അല്ല സംഭവിക്കുന്നത്, പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളാനും അത് അനുഭവിക്കാനും അതിലൂടെ കടന്നു പോകാനും നിങ്ങൾ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ആ മാറ്റങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിന് തയ്യാറാണെന്ന് ഓൾറെഡി മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി ഇതൊരു ഈ മാറ്റങ്ങൾക്ക് തുടക്കം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു മാറ്റത്തിന്റെ ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് കാണുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് നിങ്ങളാണ്. അത് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോൺഷ്യസ്ലി ഒന്നുമല്ല ചെയ്യുന്നത്, പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് ട്രിഗർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആ പെർട്ടിക്കുലർ ആക്ഷൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡിസിഷൻ ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ,
നിങ്ങൾ കുറെ കൂടെ ഇൻഡിപെൻഡന്റ് ആവുന്നതായിട്ട് കാണുന്നു. ഒരു കോഡിപെൻഡൻസി ഉള്ളതൊക്കെ മാറി നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിക്കൊണ്ട് അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ആർക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആർക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെയധികം ഫുൾഫിൽഡ് ആയിട്ട് പോകുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വർഷം കാണുന്നത്. ഓക്കെ, പിന്നെ ഈ വരുന്ന മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ വേറെ ആരും സപ്പോർട്ടും അങ്ങനെയൊന്നും കാണുന്നില്ല. നിങ്ങൾ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ബ്യൂട്ടിഫുള്ളി നിങ്ങൾ ആ മാറ്റങ്ങളെ, നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ്. ആ മാറ്റങ്ങളെ നിങ്ങൾ വളരെ ഭംഗിയായി തന്നെ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൽ എന്തൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, തുടക്കത്തില് ഒരു സിംഗിൾ എനർജി, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഈ വർഷത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ അതിൽ വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ഒരു സിംഗിൾ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളെ കൂടുതൽ അറിയാനായിട്ട് ആ സമയമൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സിംഗിൾ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ എൻജോയ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ ആ ഒരു സ്പെസിഫിക് ലവ് ലൈഫിൽ വന്നു ചേരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങളോട് കമ്മിറ്റഡ് ആണെങ്കിൽ അഗെയിൻ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു ആ മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആ മാറ്റം വരുന്നതിന് ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, നിങ്ങളുടെ ഒരു യെസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു നോ ആയിരിക്കാം. നിങ്ങളുടെ ഒരു നിങ്ങൾ എടുക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെ നിങ്ങളെയാണ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. ത്രൂ ഔട്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ ആ ഡിവൈൻ സപ്പോർട്ട്, ഡിവൈൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പം ആസ് എ ഹ്യൂമൻ നിങ്ങൾ മാത്രമാവും ചിലപ്പോൾ ഉണ്ടാവുക, പക്ഷെ നിങ്ങൾക്ക് ആ ഡിവൈൻ സപ്പോർട്ട് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ടാവും ഓരോ സ്റ്റെപ്പിലും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ആ ഒരു അത്തരത്തിലുള്ള ഒരു വിഷമം ഒന്നും ഉണ്ടാവുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി മറ്റ് റിലേഷൻഷിപ്സ്, ഓക്കെ, അതായത് ഫാമിലി, ഫ്രണ്ട്സ്, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, ചില റിലേഷൻഷിപ്സിൽ ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജി, ഒരു സ്റ്റാഗ്നന്റ് എനർജി ഒക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അതിൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറ്റാനായിട്ട് എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അത് എഫേർട്ട് എടുക്കാൻ, ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി മറിയുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് എന്ത് മാറ്റാണെങ്കിലും ഈ റിലേഷൻഷിപ്സിലൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള, അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ഫാമിലിയിലൊക്കെ ആയിക്കോട്ടെ, കൂടുതൽ സപ്പോർട്ട്, ലവ്, കെയർ ഒക്കെ നിങ്ങൾക്ക് അവരിൽ നിന്ന് അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. അതുപോലെ നിങ്ങൾ ആരെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയാണ്. അങ്ങനെ കുറേ കൂടെ ഒരു ബാലൻസ്, ഒരു ഹാർമണി ഈ പറയുന്ന റിലേഷൻഷിപ്സിലൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ്നെസ് ഉണ്ട്, ചില സർപ്രൈസസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണും നൈറ്റ് ഓഫ് വാൻസും കൂടെ വരുമ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അതെല്ലാം അതിനോടെല്ലാം നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അലൈൻഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും നിങ്ങളുടെ ഫേവറിലാണ് അത് സംഭവിക്കുന്നത് എന്നും കൂടെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിനെയും പിന്നാലെ പോകുകയോ ഒന്നിനും ഡെസ്പറേറ്റ് ആവുന്നൊന്നും കാണുന്നില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്നു. ഈ പറയുന്ന മാറ്റങ്ങൾ അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറേ കൂടെ ഒരു ബാലൻസും ഹാർമണിയും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്സിൽ, അല്ലെങ്കിൽ ഈ ഒരു കുറേ കൂടെ ഇമോഷണൽ ഫുൾഫിൽമെന്റ്, ഈ പറയുന്ന ഫാമിലി റിലേഷൻഷിപ്സിലായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് എപ്പോഴാണ്, എങ്ങനെയാണോ ലഭിക്കുക, എന്തൊക്കെ ഉണ്ടായാലാണോ, ഏതൊക്കെ ബന്ധങ്ങൾ നിലനിൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകുക, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ഫാമിലി റിലേഷൻഷിപ്സിലായിക്കോട്ടെ, അതിനൊക്കെ നിലനിർത്തുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നഷ്ടപ്പെടുത്തുന്ന, സ്വസ്ഥത ഇല്ലാതാക്കുന്ന, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ബന്ധങ്ങളെ നിങ്ങളിൽ നിന്ന് വിട്ടുകളയുന്നുണ്ട്. അപ്പൊ ചില മാറ്റങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചില മാറ്റങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ, കമ്മ്യൂണിക്കേഷൻസ്, ഇതിനൊക്കെ സാധ്യത ഉണ്ട്.
അതിനെയൊക്കെ നിങ്ങൾ ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. എന്തായാലും നിങ്ങൾക്ക് ഫേവർ ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വർഷത്തിലേക്ക് നിങ്ങൾക്കുള്ള അഡ്വൈസ്. പൊതുവെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വർഷത്തിൽ എന്തൊരു തീരുമാനം എടുക്കാനാണെങ്കിലും എന്തൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നും സ്വസ്ഥമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. നല്ലവണ്ണം ആലോചിച്ച് അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ചോയ്സ് എടുക്കുമ്പോൾ നിങ്ങൾ അതിലൂടെ എന്താണോ ഉദ്ദേശം വെക്കുന്നത് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കണം. അത്തരത്തിലുള്ള ചോയ്സസ് ആണ് നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ സാഹചര്യത്തിൽ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. ആ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് മറ്റാർക്കും ദോഷം വരുത്താത്തതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, സമയമെടുത്താണെങ്കിലും ക്ഷമയോടെ നിങ്ങളോട് ഓരോ ഡിസിഷൻസ് എടുക്കാൻ പറയുന്നു. അതുപോലെ എന്തൊരു ലക്ഷ്യമുണ്ടെങ്കിലും അതിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് അനുവദിക്കരുത് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ പുതിയ അറിവുകൾ നേടാനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളുടെ കരിയറിൽ എസ്പെഷ്യലി. ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും പരിശീലിക്കാനും ഒക്കെ. അപ്പൊ അതിനൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ ധൈര്യസമേതം ആക്സെപ്റ്റ് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു വർഷത്തില് നിങ്ങളെ എന്തോരം നിങ്ങളുടെ ഓരോ ആക്ഷൻസിനും നിങ്ങൾക്ക് യൂണിവേഴ്സ് അപ്പുറത്ത് അതിന്റെ റിട്ടേൺ സെറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു ജഡ്ജ്മെന്റ് ഇയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തികൾക്കും സൽപ്രവർത്തികൾക്കും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു 1202 എന്ന് പറയുന്ന വർഷം. എന്നാൽ അതോടൊപ്പം തന്നെ ഇനി ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നത് ഈ വർഷം തന്നെയായിരിക്കും. മാത്രമല്ല ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് അത് എല്ലാം ഗുഡ് ഇന്റൻഷനിലൂടെ മറ്റാർക്കും ദ്രോഹം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമായിരിക്കും. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയമാണ് 4141. ലവ് ലൈഫിൽ നിങ്ങളോട് പറയുന്നു വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളെ തന്നെ നിൽക്കാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഓരോ സമയത്തും ഡിസിഷൻ എടുക്കേണ്ടത് ചോയ്സ് എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരുമ്പോൾ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ആ ബോധ്യത്തോടെ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ പ്രൊട്ടക്റ്റീവ് ആവാൻ പറയുന്നു. സ്ട്രോങ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പ്രൊട്ടക്റ്റീവ് ആവുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതിനെയൊക്കെ സംബന്ധിച്ച് വളരെയധികം പ്രൊട്ടക്റ്റീവ് ആവാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, നോ പറയേണ്ടടുത്ത് നോ പറയുക, ക്ലിയർ ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോഴും നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് ആ ഒരു കണക്ഷനിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, അതിന് താഴെ നിൽക്കുന്ന ഒന്നിലേക്കും അഡ്ജസ്റ്റഡ് ആകാൻ നിൽക്കരുത്. നെവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് ദാൻ യു ഡിസേർവ്. അതാണ് എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ ഈ ഒരു വർഷത്തിൽ. പോസിറ്റീവ് ആയിരിക്കുക. മാക്സിമം നിങ്ങളുടെ വരാനിരിക്കുന്ന സമയത്തെക്കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ഓക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും പോസിറ്റീവായിട്ടുള്ള വിഷൻസ് ഹോൾഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. എന്താ പറയാ, നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു ചോയ്സ് ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാവുക. അത് മാത്രമല്ല അപ്പോ അവിടെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാം. എപ്പോഴും ആ ഗുഡ് ഫോർ ഓൾ ഹാം ടു നൺ എന്നൊരു ഇന്റൻഷൻ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ആ റൂൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നും കൂടെ ഉറപ്പുവരുത്തുക. നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വരും. പല സാഹചര്യങ്ങളിൽ പല മേഖലകളിൽ ഓരോ അവസരങ്ങളെയും നിങ്ങൾ എന്ത് വേണം, ആ വരുന്ന അവസരങ്ങളെ കോൺഫിഡന്റ്ലി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക, അതിന് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ഒന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കരുത് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ നിൽക്കേണ്ട ഒരു വർഷമാണ്. ഡിസ്ട്രാക്റ്റഡ് ആകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 2 of Wands ഇപ്പൊ ഹെർമിറ്റും കിട്ടുമ്പോൾ
ഡിസ്ട്രാക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോക്കസിനെ മാറ്റാനായിട്ട് സാധ്യതകൾ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കാം. പക്ഷെ നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കൊടുക്കേണ്ടത്, ആ മൊമെന്റിൽ നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കൊടുക്കേണ്ടത്, എന്തിനാണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അത് പ്രയോറിറ്റൈസ് ചെയ്യുക. അതിലൊരു കോംപ്രമൈസും പാടില്ല. ഓക്കെ. അതുപോലെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക, നീതിയുടെ ഭാഗത്ത് നിൽക്കുക, ശരിയുടെ ഭാഗത്ത് നിൽക്കുക. ഷോർട്ട് കട്ട്സ് വേണ്ട ഒന്നിനും. പ്രത്യേകിച്ച് സക്സസിന് ഷോർട്ട് കട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ. കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ നിങ്ങൾ അതിൽ വിജയിച്ചിരിക്കും. അതെപ്പോഴും ഓർക്കുക. നീതിയുടെ ന്യായത്തിന്റെ മാത്രം ഭാഗത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞു ജഡ്ജ്മെന്റ് ഇയർ ആണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും അതിന് റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടുകൂടെ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും. അതല്ല നിങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ദോഷവും നിങ്ങൾ അനുഭവിക്കും. ഓക്കെ. അപ്പൊ അവിടെ വേറെ ആരെയും നിങ്ങൾക്ക് പഴിക്കാനായിട്ട് പറ്റില്ല. നിങ്ങളെ തന്നെ നിങ്ങൾ പഴിക്കേണ്ടി വരിക. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു, ക്ലാരിറ്റി. എന്തൊരു കാര്യത്തിലും നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വ്യക്തതയില്ലാതെ ഒരു തീരുമാനം എടുക്കാനോ ആക്ഷൻ എടുക്കാനോ നിൽക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തത കുറവാണ് തോന്നുകയാണെങ്കിൽ ആരോടാണോ ചോദിച്ചാൽ അവിടെ വ്യക്തത കിട്ടുക, എങ്ങനെയാണോ അവിടെ വ്യക്തത ലഭിക്കുക, ആ വ്യക്തത നേടിയെടുത്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ തീരുമാനം എടുക്കുക, ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ആക്ഷൻ എടുക്കുക. ഓക്കെ. ഒരിക്കലും ആ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു ഊഹാപോഹത്തിന്റെ മുകളില് ഡിസിഷൻസ് എടുക്കരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ പ്രശ്നങ്ങളാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുക. ഓക്കെ. ഇതാണ് നിങ്ങളുടെ കൊല്ലവർഷം 1202 സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഓക്കെ. ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ. നമുക്ക് ധനുരാശി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജനിച്ചത് ധനുരാശിയിലായിരിക്കാം. അതുപോലെ ധനുമാസം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ ഒരു വർഷം എന്ന് കാണുന്നു. അതുപോലെ തന്നെ മകരം, മീനം, മിഥുനം, ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസം ഉണ്ടായിരിക്കും. അത് കൂടാതെ ഈ മാസങ്ങള് നിങ്ങൾക്ക് ഈ ഒരു വർഷം പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം, ചതയം, രോഹിണി, ആയില്യം, മൂലം, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജനിച്ച തീയതി എന്ന് പറയുന്നത് 6, 10, 14, 16, 19, 22, 29, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ലെറ്റേഴ്സ്, ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മ, ഇ, ഓ, ന, ൽ, ഢ, ല, ആ, ഭ, ച, ഖ. ഓക്കെ. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 2 റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ പുതിയ സേവനത്തിന്റെ ഒരു കാര്യം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഇവിടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ള പിക്കപ്പ് ഫയൽ പിക്കച്ചാം റീഡിങ്സ്, ഇതിന് മുന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഇടുന്ന റീഡിങ്സിലെല്ലാം ആ സെയിം ടോപ്പിക്കിൽ നിങ്ങൾക്ക് റീഡിംഗ് വേണമെങ്കിൽ ആ സെയിം ടോപ്പിക്കിൽ, അപ്പോൾ അതിൽ ആ കളക്റ്റീവ് റീഡിങ്ങിൽ ഞാൻ എന്തൊക്കെ കണ്ടന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലി റീഡ് ചെയ്യും. ഓക്കെ. അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ പറയുന്ന സെയിം കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് റീഡ് ചെയ്യും. അങ്ങനത്തെ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾ ഏത് കളക്റ്റീവ് റീഡിങ്ങിന്റെ പേഴ്സണൽ വേർഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത്, ആ കളക്റ്റീവ് റീഡിങ് ഏതാണെന്ന് എന്നോട് പറയാം. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് റീഡിങ് ബുക്ക് ചെയ്യാം. പെയ്ഡ് സർവീസ് ആണ്, ഫ്രീ സർവീസ് അല്ല. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ നല്ല ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ് 3 നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നോക്കാം. കൊല്ലവർഷം 1202. ഈ ഒരു വർഷത്തിൽ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ലൈഫിൽ പൊതുവെ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? ഓക്കെ, പുതിയ തുടക്കങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അത് എല്ലാം നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു മാറ്റങ്ങളായിരിക്കില്ല. ഏസ് ഓഫ് വാൺസ് കിട്ടിയത്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത്, എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവരാൻ കെൽപ്പുള്ള തരത്തിലുള്ള പുതിയ തുടക്കങ്ങൾ, പുതിയ അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പുതിയ തുടക്കങ്ങൾ എന്ന് പറയുമ്പം അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് കരിയറിലായിരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് എന്ന് കാണുന്നു. ഏതൊരു അവസരത്തിലും നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടും സഹായങ്ങളും ഒക്കെ നൽകാനായിട്ട് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉള്ള ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടായിരിക്കും. ഓക്കെ, മൊത്തം നിങ്ങളുടെ റിയാലിറ്റീനെ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെയൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏക ഓപ്ഷൻ. നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെല്ലാം തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ മാറ്റങ്ങളൊക്കെ തന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള ആ ഒരു റിയാലിറ്റിയിലേക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ സ്വസ്ഥതയും സമാധാനം നൽകുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളായിട്ട് അലൈൻഡ് ആയി നിൽക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക. നിങ്ങൾക്ക് പീസ്ഫുൾ എനർജിയാണ് ഈ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. കൂടുതൽ പീസ്ഫുൾനെസ്, കൂടുതൽ ഒരു റിലാക്സിങ് എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ ആ ഒരു പേടി വേണ്ട. ഓക്കെ, ഈ ഷിഫ്റ്റ് ടവർ മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ റിയാലിറ്റീനെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ്, നിയന്ത്രണത്തിൽ നിൽക്കാത്ത, ഓക്കെ, ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ. അപ്പൊ അവിടെ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എനർജീസ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പീസ്ഫുൾനെസ് ആണ് അതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, clarify the Knight of Pentacles. നിങ്ങൾ കരിയറിൽ എന്താ പറയാ, നിങ്ങൾക്ക് ആ ലോങ് ടേം സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു വർഷം. ഓക്കെ, അത് നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷം എന്ന് കാണുന്നു ഈ ഒരു വർഷം. യെസ്, നിങ്ങൾക്ക് മുൻപുണ്ടായിട്ടുള്ള നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പെയിൻഫുൾ എൻഡിങ്സ് നിങ്ങളുടെ കരിയറിൽ മുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ഹീലിംഗ് കൂടിയാണ് ഈ ഒരു ന്യൂ സ്റ്റാർട്ട് എന്ന് കാണുന്നു. അഗെയിൻ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന ഒരു പുതിയ തുടക്കം തന്നെയാണത്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരിക. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അഗെയിൻ അത് അലോൺലി ആണ് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ ആ ഒരു നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഉണ്ടായിരിക്കും. അവിടെ സപ്പോർട്ടുകൾ, നിങ്ങൾക്ക് സപ്പോർട്ട് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പൊ അത് വരും. പക്ഷെ നിങ്ങൾ ഇൻഡിപെൻഡന്റ്ലി തന്നെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ആ സിറ്റുവേഷനിലൂടെ കടന്ന് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവിടെ മാത്രമല്ല, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കരിയറിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ്, അതിന്റെയൊക്കെ ഒരു അവസാനം കൂടിയാണ് ഈ ഒരു ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ന്യൂ സ്റ്റാർട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പെർഫെക്റ്റ്ലി കേപ്പബിൾ ആണ് എന്നും കൂടെ മനസ്സിലാക്കാം. ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ആ ലീപ്പ് എടുക്കുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്താണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഇനി സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട്, സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോൾ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൽ നിന്ന് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് ഫൈനാൻഷ്യലി, നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഡിസേർവ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് എന്നൊക്കെ മാറി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളിലൂടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ നിങ്ങൾ ആ ഒരു ചാലഞ്ച്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് നേടാനുള്ള
ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അതിനെ നിങ്ങൾ മറികടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവിടെ ഒരു സക്സസ്, ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതായത് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം നിങ്ങൾ വിട്ടുകളയുന്നത്. ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രധാന തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം. അത് മാറുന്നു. ഓക്കെ, ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള വേണ്ടുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു വ്യൂ പോയിന്റ്, ഇതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ അത് കൃത്യമായി വിനിയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വിനിയോഗിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ ഒരു മാറ്റത്തിനും ഞാൻ പറഞ്ഞല്ലോ, എവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. ഏതിലും ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ യൂണിവേഴ്സ് നൽകും. എന്തുതന്നെയാണെങ്കിലും ഇപ്പൊ അനുഭവിക്കുന്ന ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിൽ നിന്ന് മാറി ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റിയിൽ എത്തിയിട്ട് മറ്റുള്ളവർക്ക്, അതായത് പണം ആവശ്യമുള്ളവർക്ക് അവരെ സഹായിക്കാൻ പാകത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികത്തിൽ ഒരു ഉയർച്ച, അങ്ങനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കണേ. അപ്പം അങ്ങനത്തെ മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ മേക്ക് ഷുവർ നിങ്ങളുടെ ആ ഒരു പഴയ മൈൻഡ് സെറ്റ് കടന്നു വരുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ആ ലൂപ്പിലേക്ക് വീണ്ടും പോകാൻ പാടില്ല എന്ന് കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബി വെരി പ്രൊട്ടക്റ്റീവ്. ഈ ഒരു വരുന്ന മാറ്റം, ഈ ഫൈനാൻഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന മാറ്റം, അത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് അനാവശ്യമായിട്ട് ആരും അത് ചൂഷണം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. അതിന് വേണ്ടുന്ന പ്രൊട്ടക്റ്റീവ് പ്രിവെന്റീവ് മെഷേഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ മാത്രമല്ല കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആ ഒരു വെൽത്ത് ജനറേഷനൊക്കെ വേണ്ടുന്ന പ്ലാനിങ് കൃത്യമായിട്ട് ഉണ്ടാകണം. അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ, സേവിങ്സ്, ഇതൊക്കെ നോക്കി അതിലേറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതൊക്കെ കണ്ടെത്തി അതിൽ നിങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു പടിപടിയായി ഉയരാന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ വെൽത്ത് ജനറേഷനിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ആണ്. അണ്ടർലൈങ് എനർജി സൺ കാർഡ് ആണ്. ഡെഫിനറ്റ്ലി ബ്രേക്ക് ത്രൂ, ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ഭാഗ്യം ഒരുപാട് തുണയ്ക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 1202 എന്ന് പറയുന്നത്. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് കൊലവർഷം 1202 എന്തൊക്കെ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം? പ്രോഗ്രസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്ന് പ്രോഗ്രസ്, ഫോർവേഡ് മൂവ്മെന്റ് ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുന്ന കാര്യങ്ങൾ എന്തുണ്ടായാലാണോ നിങ്ങൾക്ക് ആ പ്രണയ ജീവിതത്തിൽ ആ ഇമോഷണൽ ഫുൾഫിൽമെന്റ് ലഭിക്കുന്നത്, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് ആൻഷ്യസ് ആവാനും ഒക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ടെൻഷൻസോ പേടിയോ നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്, എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻസ്, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, ഓക്കെ, ആ ക്ലാരിറ്റി വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ടെൻഷൻ, പേടി ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തത വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കംപ്ലീറ്റ്ലി ലഭിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ്, അതിന്റെ ബേസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിവൈൻ യൂണിയൻ, അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ ക്ലാരിറ്റിയോട് കൂടെ തന്നെ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി എനിക്ക് കാണുന്നു. ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിൽ നിന്ന് ഒരു ഫോർവേഡ് മൊമെന്റ് ഇൻ ദ സെൻസ് ആ ഒരു വിഷ് ഫുൾഫിൽമെന്റിലേക്ക് എത്തുന്ന ഒരു സമയം, അല്ലെങ്കിൽ അതിലേക്കുള്ള യാത്രയാണ് ഈ ഒരു വർഷം മെയിൻ ആയിട്ട് എനിക്ക് നിങ്ങളുടെ ലവ് ലൈഫിൽ കാണുന്നത്. നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്തത് മറ്റ് റിലേഷൻഷിപ്സ്, അതായത് ഫ്രണ്ട്ഷിപ്സ്, ഫാമിലി റിലേഷൻഷിപ്സ്, ഇതൊക്കെ അവിടെയും പ്രോഗ്രസ് ഉണ്ട്. ഓക്കെ, ഒരു പാറ്റേൺ, എന്തെങ്കിലും ഒരു പാറ്റേൺ, സ്പെസിഫിക് പാറ്റേൺ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിലും ഫാമിലി റിലേഷൻഷിപ്സിലും ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ്ലി വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോകും. നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത, നിങ്ങൾക്ക് സുഖകരമല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ നിങ്ങൾ ഈ വർഷം ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ വർഷത്തിലാണ് നിങ്ങൾ അത് ചെയ്യുന്നത്, ഈ പുതിയ വർഷത്തിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ ബ്രേക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് കാര്യമായ പ്രോഗ്രസ്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രോഗ്രസ്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഈ പറയുന്ന റിലേഷൻഷിപ്സിലൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. യെസ്, നിങ്ങൾ കുറെ കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്താണ് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട്. കുറെ കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് അതായത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതേ രീതിയിൽ തിരിച്ചെടുക്കുന്ന, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ എഫേർട്ടിന് റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവുക ഈ വർഷം തൊട്ട്.
അപ്പോൾ അതിനെ നിങ്ങൾ ചൂഷണം ചെയ്യുന്ന, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് വില തരാത്ത ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടു പോകുന്ന വർഷം കൂടിയാണ്. അതിൽ നിന്നൊക്കെ നിങ്ങളായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളാണ് അതിനെ, ഞാൻ പറഞ്ഞല്ലോ, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് കോൺഫിഡൻസിൽ. ആ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ എനർജി, നിങ്ങളുടെ എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്യുന്ന, അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം. ഓക്കെ, അത് കുടുംബ ബന്ധത്തിലായിക്കോട്ടെ, സൗഹൃദങ്ങളിലായിക്കോട്ടെ, അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നല്ല മനസ്സിന് സന്തോഷം നൽകുന്ന ചില നല്ല നല്ല കമ്മ്യൂണിക്കേഷൻസ്, ചില അനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മരുന്ന് പോലെ, അതിനൊരു ഹീലിംഗ് പോലെ ഉള്ള ന്യൂസ്, ഓക്കെ, കമ്മ്യൂണിക്കേഷൻസ്, വർത്തമാനങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ആ ഒരു നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമം അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ആ ഒരു നിങ്ങൾ അനുഭവിച്ച വിഷമത്തിന് ഒരു ആശ്വാസം നൽകുന്ന തരത്തിലുള്ള വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തുക. മനസ്സിലായോ? ഈ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് ബ്ലെസ്സിങ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് ഈ പറയുന്ന വിഷമത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളെ സഹായിക്കും. അതാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസസ് നോക്കാം. നിങ്ങളോട് പറയുന്നു സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു വർഷം സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, എന്തിനും ഏതിനും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സമാധാനമാണ്. അപ്പൊ അതിനനുസരിച്ച് ഓരോ ഡിസിഷൻസ് എടുക്കുക, ആക്ഷൻസ് എടുക്കുക. ആ മനസ്സമാധാനം തല്ലിക്കെടുത്തുന്ന എല്ലാ എനർജീസിൽ നിന്നും ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അർഹതപ്പെട്ടത്, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നില്ല, ഓക്കെ, എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടെ, നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യത്തോടു കൂടെ തന്നെ നിങ്ങൾ ആയിരിക്കുക. എപ്പോഴും ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള, അല്ല പറയാ, ആഘോഷിക്കാനുള്ള, സന്തോഷം പങ്കിടാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 1202 എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഓരോ സന്തോഷങ്ങളെയും നിങ്ങൾ അതിനെ അക്നോളജ് ചെയ്യണം. ഒന്നിനെയും ചെറുതായി കാണരുത്, ഒന്നിനെയും വില കുറച്ച് കാണരുത് എന്ന് പറയുന്നു. കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ ഹാപ്പി മൊമെന്റ്സ്, ഓക്കെ, സന്തോഷം നൽകുന്ന ഓരോ അനുഭവങ്ങളെയും നിങ്ങൾ അതിന്റെ അതേ പവിത്രതയോടുകൂടെ അതിനെ അംഗീകരിക്കുക, അതിൽ സന്തോഷിക്കുക. ഓക്കെ, ആ സന്തോഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് പങ്കിടുക. അതിനെ ഒരു പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് തന്നെ കാണണം. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നിനെയും വില കുറച്ച് കാണാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. ഓരോ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് പ്രോഗ്രസ് ആണ് ഉണ്ടാവുന്നത്. ഓരോ മാറ്റങ്ങളിലൂടെ നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളാണ് വന്നു ചേരുന്നത് എന്ന ബോധ്യം ഉണ്ടാവണം. ഓക്കെ, എല്ലാം നിങ്ങളുടെ നല്ലതിനാണ് സംഭവിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യത്തോടു കൂടെ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളെയും, അത് പ്രതീക്ഷിച്ചതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും, അതിനെ സ്വീകരിക്കണം, മുന്നോട്ട് പോകാനൊക്കെ പറ്റണം. ഫോക്കസ്ഡ് ആയിരിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. ഡിസ്ട്രാക്റ്റഡ് ആകാൻ നിൽക്കരുത്. ഓക്കെ, ആ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഒരു നിമിഷത്തെ ഒരു ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ ഏത് തരത്തിലുള്ള പാർട്ട്ണറിനെ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ. ഇനി നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്ത് എടുക്കേണ്ട എഫേർട്സ് നിങ്ങൾ കൃത്യമായി എടുക്കുക. അതിന് താഴെ നിൽക്കുന്ന ഒന്നിനും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സാറ്റിസ്ഫൈഡ് ആകാൻ പാടില്ല. ഓക്കെ, അത് എന്തിന്റെ ബേസിലാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആകാൻ പാടില്ല. ആ ഒരു നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധ്യത്തോടു കൂടെ അതിലേക്ക് എത്താൻ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഏതൊരു സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിലും ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്. പിന്നെ നിങ്ങളോട് പറയുന്നത് അനാവശ്യ ചിന്തകളെ വിട്ടുകളയാം. ഓക്കെ, ഓവർ തിങ്കിങ് വേണ്ട. പ്രത്യേകിച്ച് ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് ഓവർ തിങ്കിങ് വേണ്ട.
അത് നിങ്ങൾക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും തെറ്റായ ആക്ഷൻ എടുക്കുന്നതിനൊക്കെ കാരണമാകും. അപ്പൊ അത് വേണ്ട എന്ന് പറയുന്നു. ഇനി മറ്റൊരു റിലേഷൻഷിപ്പിൽ പ്രകടമായ മാറ്റങ്ങൾ, പ്രകടമായ ചില അവസാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില എൻഡിങ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ ആ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റില്, അതെല്ലാം ഉന്നം വെക്കുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എന്ന ആ ബോധ്യം എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് പോവാണ്, നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അവരെന്റെ ലൈഫിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല. ഐ ഡിസേർവ് സമൺ ബെറ്റർ. ഇങ്ങനത്തെ ഒരാളെ അല്ല എനിക്ക് വേണ്ടത്, ഇങ്ങനത്തെ ഒരു സുഹൃത്തല്ല എനിക്ക് വേണ്ടത്. ഞാൻ ഡിസേർവ് ചെയ്യുന്ന സുഹൃത്ത് എന്ന് പറയുന്നത് ഇതിന് ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്നത് എന്ന ഒരു ബോധ്യം ഉണ്ടാവണം. ഇനി ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ബന്ധുവല്ല എനിക്ക് വേണ്ടത്. ഓക്കെ, ഐ ഡിസേർവ് സമൺ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ടിന് വില കൊടുക്കാത്ത ആളുകളെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് യൂണിവേഴ്സ് മാറ്റും. ഓക്കെ, അവിടെ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടേ. എനിക്ക് നല്ലതായിട്ടുള്ളത് ഏതൊക്കെയാണോ, എന്റെ നല്ലതിനാണ് ഓരോന്നും സംഭവിക്കുന്നത്, എന്റെ നല്ലതിലേക്കാണ് ഇതെല്ലാം, എന്റെ നല്ലതിന് വേണ്ടിയാണ് ഈ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന ബോധ്യം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം. പ്രൊട്ടക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾ, ഓരോ അനുഗ്രഹങ്ങൾ, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ മാക്സിമം പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. അവിടെ ഒരു തരത്തിലുള്ള കൺസെഷൻസും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ആളുകളുടെ അടുത്ത് മാത്രം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഹാപ്പി മൊമെന്റ്സ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതിനെക്കുറിച്ച് പറയാം. പക്ഷെ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കുക. ഈ പറയുന്ന ആള് അവരുടെ ഇന്റൻഷൻ നിങ്ങളോട് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഗസ് വർക്ക് വേണ്ട. ഓക്കെ, അതുപോലെ അത് ഈ ഗ്രൂപ്പിലാണോ മുന്നത്തെ ഗ്രൂപ്പിലാണോ എന്നറിയില്ല, ഗസ് വർക്ക് വേണ്ട. അത് ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഊഹങ്ങളുടെ ബേസിൽ നിങ്ങൾ ഡിസിഷൻസ് എടുക്കരുതെന്ന് പറയുന്നു. ഓരോ വ്യക്തിയും അവർക്ക് എന്താണ് നിങ്ങളോടുള്ള ഇന്റൻഷൻ എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ആ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അങ്ങനെ നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിട്ടുള്ള, നിങ്ങളുടെ നല്ലത് എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കറിയാം. അതിൽ ചിലപ്പോൾ 1-2 പേരെ ഉണ്ടാവുക. അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതും നിർബന്ധമൊന്നുമില്ല. എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാമോ അത്രത്തോളം അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് എപ്പോഴും കൂടെയുണ്ട്. യൂണിവേഴ്സും ഡിവൈൻ ടീമും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ കൃത്യമായി വാൺ ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കുക. ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. അതിനെ തഴഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വാർണിംഗ്സിനെയൊക്കെ മറികടന്ന് അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുക. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ആയിരിക്കും എന്നും കൂടെ ഓർക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനിച്ചത് കുംഭം രാശി അല്ലെങ്കിൽ തുലാം രാശിയിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജനിച്ച മാസം എന്ന് പറയുന്നത് കർക്കടകം അല്ലെങ്കിൽ മേടം ആകാൻ സാധ്യതയുണ്ട്. ഈ മാസങ്ങൾ, അതായത് തുലാം, കുംഭം, കർക്കടകം, മേടം, ഈ മാസങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. നിങ്ങൾ ജനിച്ച തീയതി എന്ന് പറയുന്നത് 2, 6, 8, 16, 24 ഇതിലേതിലൊന്നാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജനിച്ച ദിവസം ശനി അല്ലെങ്കിൽ വെള്ളി ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി, പൂരാടം, പൂരം, വിശാഖം, മൂലം, ചിത്തിര, മകയിരം, കാർത്തിക, ഉത്രാടം, അത്തം, രേവതി ഇതിലേതിലൊന്നാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടാകാം. മ, ൺ, ഓ, റ്, ഒ, ന, ഢ, ഉ,
അ ഠ ഇൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഐഡിയ ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മുതൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടുന്ന പിക്കച്ചാം പിക്കപ്പൈൽ റീഡിങ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഡിവിജ്വൽ വേർഷൻ, അതായത് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വേണമെങ്കിൽ അതിൽ ആ റീഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സെയിം ടോപ്പിക് തന്നെയാണ് നോക്കുക. അതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല കേട്ടോ. അതിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ആ സെയിം ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ഈ റീഡിംഗ് ആണെങ്കിൽ ഇതിൽ നോക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള റീഡിംഗ് വേണം, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു റീഡിംഗ് ബുക്ക് ചെയ്യാം. അപ്പൊ ഏത് റീഡിംഗ് ആണോ, ഏത് കളക്റ്റീവ് റീഡിങ്ങിന്റെ പേഴ്സണൽ വേർഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത്, ആ റീഡിംഗ് ഏതാണെന്ന് കൂടെ എന്നെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് പറയുന്ന പക്ഷം നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പൊ ഇതൊരു പുതിയ ഒരു സർവീസ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകൾ നേരാണ്. വളരെ നല്ല ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. താങ്ക് യു.